ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തി ഒരുമിച്ച് താമസിച്ചു തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള ബോണ്ടുകൾ അവിടെ സൃഷ്ടിക്കപ്പെടും. അതിൽ പ്രണയം, ഫ്രണ്ട്ഷിപ്പ്, സഹോദര സ്നേഹം എല്ലാം ഉൾപ്പെടും. എന്നാൽ ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരിക്കാനെത്തിയ ശേഷം ഇരുവർക്കുമിടയിലുള്ള ബോണ്ട് എന്താണെന്ന് പ്രേക്ഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇരുവരുടെയും ബോണ്ട് പ്രണയമാണെന്നാണ് കൂടുതലും വ്യാഖ്യാനിക്കപ്പെട്ടത്. അതേക്കുറിച്ച് ഹൗസിൽ വെച്ച് അവതാരകൻ മോഹൻലാൽ ചോദിച്ചപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് ഇരുവരും മറുപടി നൽകിയത്. അന്ന് അത്തരത്തിലൊരു മറുപടി നൽകിയത് ഇരുവർക്കും നേരെ സൈബർ ബുള്ളിയിങ്ങിനും ഹേറ്റും വരാൻ കാരണമായിരുന്നു. ഇപ്പോഴിതാ സീസൺ അവസാനിച്ച് 5 മാസം പിന്നിടുമ്പോൾ തങ്ങളുടേത് ഏത് തരത്തിലുള്ള ബോണ്ടാണെന്നതിന് കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് ഇരുവരും വ്യക്തവും കൃത്യവുമായ മറുപടി നൽകിയത്. തങ്ങളുടേത് സ്പെഷ്യലായ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് മാത്രമാണെന്നാണ് ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. തങ്ങൾക്കൊരിക്കലും പ്രണയിക്കാൻ കഴിയില്ലെന്നും ഇരുവരും പറഞ്ഞു. ഗബ്രിയുടെയും ജാസ്മിൻ്റെയും വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഞങ്ങൾ അടുക്കുമോ എന്ന് പോലും തോന്നിയില്ല. പിന്നീട് ഓരോ ഗെയിം കഴിയും തോറും അടുപ്പം വന്നു. പിന്നെ ഷോ ഞങ്ങളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ചില ഇൻസിഡൻസ് ഉണ്ട്. ഞങ്ങൾ ഓഡീഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും രാത്രി ഉറങ്ങാത്തവരാണ്. കാരണം അവിടുത്തെ സാഹചര്യത്തിൽ ആദ്യമൊക്കെ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളല്ല ആദ്യം ക്ലോസ് ആയത്, നോറയും രതീഷും ആണ്. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് രാത്രികളിൽ ആദ്യമൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. പിന്നീട് അവർ പോയപ്പോൾ ഞങ്ങൾ മാത്രമായി. കൂടാതെ ഹൗസിലുള്ളവർ പുതിയ നരേറ്റീവ് കൊണ്ടുവരാൻ തുടങ്ങി, ഞങ്ങളെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ബോണ്ടിങ് ശക്തമായി. ഞാൻ ജാസ്മിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്കിത്ര നെഗറ്റീവ് വരില്ലായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ ഒരിഷ്ടം ജാസ്മിനോട് എനിക്ക് തോന്നിയിരുന്നു. ഞങ്ങൾ തമ്മിൽ അത് സംസാരിച്ചിരുന്നു. ജാസ്മിനും ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. എന്നെ ജാസ്മിൻ പാമ്പർ ചെയ്തപ്പോൾ ഞാനും അത് ഓവറാക്കി എന്നും ഗബ്രി പറയുന്നുണ്ട്. ഞാൻ ഹൗസിനുള്ളിൽ നിന്ന് സങ്കടപ്പെട്ടത് ഗബ്രിക്ക് മനസ്സിലാകും. മറ്റുള്ളവർക്കത് സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തോന്നും എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ഹൗസിൽ നിന്നും ഒരാൾ പുറത്തു പോയാൽ ആ ലോകത്ത് നിന്നും ഒരാൾ മരിച്ചു പോകുന്നത് പോലെയാണ്. അതുകൊണ്ടുകൂടിയാണ് ജാസ്മിൻ എൻ്റെ ഫോട്ടോയോട് സംസാരിച്ചത്. പിന്നെ കയ്യിൽ പിടിച്ചതും നെറ്റിയിൽ ഉമ്മ കൊടുത്തതുമൊന്നും എൻ്റെ വീട്ടുകാർക്കൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. എന്നെ അവർക്കറിയാം. അറിയലായി നിന്നതുകൊണ്ടാണ് നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ വഴി പിരിഞ്ഞു പോകാതിരുന്നതെന്നും ഗബ്രി പറഞ്ഞു. ഇനി പറയാൻ പോകുന്നതാണ് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ക്ലാരിറ്റി. ഞങ്ങൾ 2 പേരും 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആളുകളാണ്. ഞങ്ങളുടേത് 2 റിലീജിയനാണ്. പക്ഷേ ഇതൊന്നും കൊണ്ടല്ല ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾ തമ്മിൽ ആദ്യം മുതലുള്ള ഒരു ബോണ്ടിംഗ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിങ്ങിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. പ്രണയം ഞങ്ങൾക്ക് 2 പേർക്കും പ്രാക്ടിക്കൽ അല്ല. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പോരാത്തതിന് ഞങ്ങൾ സെയിം ക്യാരക്ടറുമാണ്. അതിനാൽ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാനാവില്ല. ഞങ്ങൾക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ വിഷമിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള സ്നേഹവും കരുതലും ഇഷ്ടമുള്ളയാളെന്ന രീതിയിലാണ്. ഞങ്ങൾ തമ്മിൽ വളരെ സ്പെഷ്യലായ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പാണുള്ളത്. ബൗണ്ടറി ഞങ്ങൾക്കറിയാം, അത് കടന്നു പോകില്ല. നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ലെന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ഇരുവരും പറയുന്നത്.